Hello my dear students, welcome to Learner's World. In this video I am going to talk about a poem analysis Bquest by Eunice de Souza. Eunice de Souza is a contemporary Indian English language poet, literary critic and novelist. Eunice de Souza ഒരു contemporary Indian English language poet ആണ്, literary critic ആണ്, novelist ആണ്. She has written and published a range of writings including the novels Danger Lock, it published in 2001, and Dev and Simran, it published in 2003, 4 children's books and poetry collections. അപ്പോൾ ഒരുപാട് റൈറ്റിങ്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളാണ് യൂണിസ് ഡി സൂസ. അപ്പോൾ അതിലുള്ള നോവൽസാണ് ഡേഞ്ചർ ലോക്ക്, ദേവ് ആൻഡ് സിമ്രൻ. അതുപോലെ 4 ചിൽഡ്രൻസ് ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പോയട്രി കളക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഡി സൂസസ് ഡീലിംഗ് വിത്ത് ലവ് ആൻഡ് സെക്ഷുവാലിറ്റി ഇൻ ഹെർ പോം ഷോ ഹൗ ഷീ ഈസ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ സൊസൈറ്റി വിച്ച് ഡിമാൻഡ്സ് സൈലൻറ്റ് ആക്സെപ്റ്റൻസ് ഫ്രം എ വുമൻ. അതായത് നമ്മളുടെ യൂണിസ് ഡി സൂസയുടെ പോംസ് എടുത്തു കഴിഞ്ഞാൽ ലവ് ആൻഡ് സെക്ഷുവാലിറ്റി ഡീൽ ചെയ്യുന്ന രീതി നമുക്ക് കാണാൻ കഴിയും. ഇത് കാണിക്കുന്നത് ഹൗ ഷീ ഈസ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് സൊസൈറ്റി, അതായത് സൊസൈറ്റിയിൽ എത്രത്തോളം അവൾ ഡിസാറ്റിസ്ഫൈഡ് ആണ്. അതായത് സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്ന സൈലൻറ്റ് ആക്സെപ്റ്റൻസ് ഫ്രം എ വുമൺ, അതായത് ഒരു വുമൺ ആണെങ്കിൽ എന്തും സൈലൻ്റായിട്ട് ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിൽ അവൾ ഡിസാറ്റിസ്ഫൈഡ് ആണ് എന്ന് കാണിക്കാനാണ് ഈ ഒരു ലവ് ആൻഡ് സെക്ഷുവാലിറ്റി അവളുടെ പോംസിൽ അവൾ ഡീൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. She is one of the most famous confessional poets of second half of 20th century. സെക്കൻഡ് ഹാഫ് ഓഫ് 20th centuryയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കൺഫെഷണൽ പോയറ്റാണ് യൂണിസ് ഡി സൂസ. Then what is confessional poetry? Movement started in the 1950s. 1950siലുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. Poets write about their own personal experiences in an open, direct style. Confessional poets are Robert Lowell and Sexton Sylvia Plath. അപ്പോൾ ഈ ഒരു കൺഫെഷണൽ പോയട്രിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പോയറ്റ്സ് അവരുടെ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസസ് ഓപ്പണായിട്ട് തുറന്നടിച്ച് പറയുന്ന ഒരു രീതിയാണ് ഈ ഒരു കൺഫെഷണൽ പോയട്രിയിലുള്ളത്. അതിൽ കൺഫെഷണൽ പോയറ്റ്സ് ആണ് റോബർട്ട് ലോവൽ ആൻഡ് സെക്സ്റ്റൺ സിൽവിയ പ്ലാത്ത് തുടങ്ങിയിട്ടുള്ളവ. ബിക്കോസ് ഷീ ഈസ് റിട്ടൺ ബൈ ദ ഫെമിനിസ്റ്റ് പോയറ്റ് യൂണിസ് ഡി സൂസ ഇൻ which she talks about how patriarchy shaped the destiny of women. അപ്പോൾ നമ്മൾക്ക് പഠിക്കാനുള്ള ബിക്കോസ്റ്റ് എന്നുള്ള ഈ ഒരു പോം റിട്ടേൺ ചെയ്തിട്ടുള്ളത് ഫെമിനിസ്റ്റ് പോയിറ്റ് ആയിട്ടുള്ള യൂണിസ് ഡി സൂസയാണ്. യൂണിസ് ഡി സൂസ ഒരു ഫെമിനിസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ഈ ഒരു പോയത്തിലൂടെ ഡി സൂസ പറയുന്നത് പാട്രിയാർക്കി എങ്ങനെയാണ് ഒരു വുമൻ്റെ ഡെസ്റ്റിനിയെ, ഒരു വുമൻ്റെ വേ ഓഫ് ലൈഫിനെ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഷീ ടോക്സ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എ വുമൺ സ്പീക്കർ, പ്രോബബ്ലി റെപ്രസെൻറ്റിങ് ദ പോയിറ്റ് ഹേർസെൽഫ്. അപ്പോൾ ഇതിലുള്ള സ്പീക്കർ എന്ന് പറയുന്നത് പോയിറ്റ് തന്നെയാണ്, ഒരു വുമണിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള എ വുമൺ സ്പീക്കറാണ് എന്നാണ് പറയുന്നത്. വൂസ് മൈൻഡ് ഈസ് ഷേപ്ഡ് ബൈ ദ അതോറിറ്റേറിയൻ റെഗുലേഷൻ ഓഫ് ഫാലോസെൻട്രിക് സൊസൈറ്റി. അപ്പോൾ ഈ പോയിറ്റിൻ്റെ മൈൻഡ് ഒരു അതോറിറ്റേറിയൻ റെഗുലേഷൻ, അതായത് ഒരു ഫാലോസെൻട്രിക് സൊസൈറ്റി, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ഷേപ്പ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ടോൺ റിമൈൻസ് എ ബിറ്റ് ലോസ്റ്റ് ആൻഡ് റിഫ്ലക്ട് എ സെൻസ് ഓഫ് പെയിൻ. അപ്പോൾ പോയിറ്റിൻ്റെ ഒരു ടോൺ എന്ന് പറയുന്നത് ബിറ്റ് ലോസ്റ്റ് ആണ്, അതുപോലെ സെൻസ് ഓഫ് പെയിൻ, ഒരു അഗണി ഒക്കെ നിറഞ്ഞിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ദിസ് പെയിൻഫുൾ സോളിലോക്കി ഈസ് നോട്ട് ഓൺലി എ കൺഫെഷൻ ഓഫ് എ സിംഗിൾ വുമൺ ഔട്ട് ദർ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഈ ഒരു സോളിലോക്യോ ഒരു സിംഗിൾ വുമൻ്റെ കൺഫെഷനാണെന്ന്. ഇറ്റ് ഈസ് അഗണൈസ്ഡ് മോണോലോഗ് ഓഫ് ഓൾ ദോസ് വുമൻ വോസ് യൂണിക് വോയിസസ് ആർ ഇത് സബ്ഡ്യൂഡ് വിത്ത് ദ എസെൻസ് ഓഫ് പാട്രിയാർക്കി. പക്ഷേ ഈ ഒരു പാട്രിയാർക്കിയുടെ ഈ ഒരു അടിച്ചമർത്തൽ മൂലം അഗണി, അതായത് പെയിൻ അനുഭവിക്കുന്ന എല്ലാ വുമണിൻ്റെയും ഒരു മോണലോഗ്, അഗണൈസ്ഡ് മോണലോഗാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലൈൻ ബൈ ലൈൻ അനാലിസിസ് ഓഫ് ദ പോം ബിക്വസ്റ്റ്. In every Catholic home there is a picture of Christ holding his bleeding hurt in his hand. I used to think of. Through this line the poet is comparing her circumstances with Jesus Christ. അപ്പോൾ ഈ ഒരു
ലൈനിൽ പോയിട്ട് ജീസസ് ക്രൈസ്റ്റുമായിട്ട് പോയിറ്റിൻ്റെ സർക്കംസ്റ്റാൻസസ് കമ്പയർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ദ നരേറ്റർ ഡെപിക്ട്സ് ദാറ്റ് ഇൻ എവറി കാത്തലിക് ഹോം വൺ ക്യാൻ സീ ദ പിക്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹോൾഡിങ് ഹിസ് ബ്ലീഡിങ് ഹേർട്ട് ഇൻ ഹിസ് ഹാൻഡ്. അതായത് ഓരോ കാത്തലിക് ഹോം എടുത്തു കഴിഞ്ഞാലും അവരുടെ വീടിന് മുമ്പിൽ ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു പിക്ചർ ഉണ്ടാകും. ഹോൾഡിങ് ഹിസ് ബ്ലീഡിങ് ഹേർട്ട് ഇൻ ഹിസ് ഹാൻഡ്, അങ്ങനെയുള്ളൊരു പിക്ചർ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻ ദ സിമിലർ വേ ദ സൊസൈറ്റൽ നോംസ് ആൻഡ് പാട്രിയാർക്കി ഹാവ് മോൾഡഡ് ദ സ്പീക്കേഴ്സ് ഹേർട്ട് ഇൻ ടു സോംബർനെസ് ആൻഡ് വെക്സാഷൻ. അപ്പോൾ ഈ ഒരു സിമിലർ വേയിൽ, അതായത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ ഒരു ഹോൾഡിങ് ഹിസ് ബ്ലീഡിങ് ഹേർട്ട്, ആ ഒരു സിമിലർ വേയിൽ പാട്രിയാർക്കി വിമണിനെ, സ്പീക്കറെ, നമ്മളുടെ ഈ ഒരു പോയിറ്റ് ഒരു വിമണാണ്, അതുകൊണ്ട് തന്നെ സ്പീക്കർ ഹേർട്ടും ഇതുപോലെ ബ്ലീഡ് ആയിട്ടുണ്ട് പാട്രിയാർക്കൽ സൊസൈറ്റി മൂലം എന്നാണ് പറയുന്നത്. ദ സ്പീക്കേഴ്സ് ഹേർട്ട് ഈസ് ടു ബ്ലീഡിങ് ലൈക്ക് ജീസസ് ക്രൈസ്റ്റ് ഓയിൻ ടു കാപ്പുട്ട് റൂൾസ് ഓഫ് ദ സൊസൈറ്റി ഇമ്പോസ്ഡ് അപ്പോൺ വുമൻ. അതായത് നമ്മൾ സ്പീക്കർ ഹേർട്ടും ജീസസ് ക്രൈസ്റ്റിൻ്റെ ഹേർട്ട് ബ്ലീഡ് ചെയ്ത പോലെ ബ്ലീഡായിട്ടുണ്ട്. അതായത് ഇതിനുള്ള കാരണം ഈ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി വുമണിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള നോംസ് ആൻഡ് റൂൾസ് കാരണമാണ് എന്നാണ് പറയുന്നത്. ത്രൂ ദിസ് പോം ബിക്കോസ് ദ നരേറ്റർ ട്രൈസ് ടു ലിം ദാറ്റ് ആസ് ജീസസ് ക്രൈസ്റ്റ് has sacrificed himself for the love of mankind, and in the same way the poet too wants to bequeath her heart to an enemy instead of a friend or family. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും, നരേറ്റർ പറയാൻ ശ്രമിക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിനെ തന്നെ സാക്രിഫൈസ് ചെയ്യുന്നത്, അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ ലവിന് വേണ്ടിയിട്ട് അദ്ദേഹം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സെയിം വേയിൽ നമ്മുടെ സ്പീക്കറും സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, സ്പീക്കറുടെ ഹേർട്ടും ബ്ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പോയിറ്റ് ടു വാണ്ട്സ് ടു ബിക്യൂത്ത് ഹർ ഹേർട്ട് ടു ആൻ എനിമി, അതായത് ഒരു എനിമി ആയിട്ടാണ് പോയിറ്റ് അദ്ദേഹത്തിൻ്റെ ഹേർട്ട് ബിക്യൂത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് എ ഫ്രണ്ട് ഓഫ് ഫാമിലി എന്നാണ് പറയുന്നത്. ഇവിടെ എനിമി എന്ന് പറയുന്നത് ഒരു പാട്രിയാർക്കി എന്നാണ് എനിമി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ പോയിറ്റ് സ്പീക്സ് അബൌട്ട് ക്രൈസ്റ്റ് ഈസ് ദ സിംബൽ ഓഫ് സാക്രിഫൈസ് ഫോർ അതേഴ്സ്. അതായത് നമ്മൾ പോയിറ്റ് ഇവിടെ പറയുന്നത് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരു മറ്റുള്ളവർക്ക് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സിംബലാണ് ക്രൈസ്റ്റിനെ കാണുന്നത്. ഷീ കണക്ട്സ് ദ സാക്രിഫൈസ് ടു വുമൺ. ഈ ഒരു ഇമേജ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഇമേജ് സ്പീക്കർ നമ്മുടെ പോയിറ്റ് വുമണിൻ്റെ സാക്രിഫൈസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. വുമൻ ഷുഡ് സാക്രിഫൈസ് ഹർ ഡ്രീംസ്, ഹർ ഫീലിങ്സ് ഫോർ ദ സൊസൈറ്റി. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് വുമൺ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ ഫീലിങ്സും ഡ്രീംസും ഒക്കെ അവൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ദ പോയിറ്റ് ഡസൻ വാണ്ട് സാക്രിഫൈസ് ഹർ ലൈഫ്, ഷീ ഡസൻ വാണ്ട് സാക്രിഫൈസ് ഹർ ഹാപ്പിനെസ് ഫോർ അതേഴ്സ്. പക്ഷെ നമ്മുടെ പോയിറ്റ്, നമ്മുടെ സ്പീക്കർ യൂനിസ് ഡിസൂസ ഒരിക്കലും അവളുടെ ഹാപ്പിനെസ്, അവളുടെ ഡ്രീംസ് മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ അവൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഷീ ഡസൻ വാണ്ട് ടു സാക്രിഫൈസ് എനിത്തിങ് ഫോർ ദ സോഷ്യൽ കൺവെൻഷൻസ്. ഒരു സോഷ്യൽ കൺവെൻഷൻസിനും അവളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഷീ നീഡ്സ് ടു ലൈവ് ഹെർ ഓൺ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പക്ഷെ അവളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ജീവിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഇൻ ദിസ് stanza we can see two sides, one is religion and other is poetry. അപ്പോൾ നമുക്കിതിൽ രണ്ട് സൈഡ് കാണാൻ കഴിയും, ഒന്ന് റിലീജിയനും ഒന്ന് പോയിറ്റിൻ്റെ സൈഡായിട്ടും നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ്, the only person with whom I have not exchanged confidences is my hairdresser. In these lines the poet says that Jesus Christ is a symbol of openness and truthfulness. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻസിൽ നമുക്ക് കാണാൻ കഴിയും ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് സിംബൽ ഓഫ് ഓപ്പൺനെസ് ആൻഡ് ട്രൂത്ത്ഫുൾനെസ് ആണ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ബിഫോർ ഹിസ് ഡെത്ത് ജീസസ് ക്രൈസ്റ്റ് ഹാസ് ഹെൽഡ് ഹിസ് ബ്ലീഡിങ് ഹേർട്ട് ഔട്ട് ടു മാൻകൈൻഡ്. അതായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ഹേർട്ട് ബ്ലീഡ് ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സിൻ്റെ, മാൻകൈൻഡിൻ്റെ ലവ് ആൻഡ് കെയറിന് വേണ്ടിയിട്ടാണ്. In addition, Christ has no try to hide his genuine love and care for human being. അതുകൂടാതെ
ജീസസ് ക്രൈസ്റ്റ് ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഹ്യൂമൻ ബീയിങ്ങിനോടുള്ള ലവ് ആൻഡ് കെയർ ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. By these lines, the speaker delineates that now it is a time for her to remain true to everyone. അപ്പോൾ ഈ ഒരു ലൈൻസിലൂടെ സ്പീക്കർ പറയുന്നത്, അതായത് നമ്മൾ മറ്റുള്ളവർക്ക് ട്രൂത്ത്ഫുൾ ആവേണ്ട സമയമായിട്ടുണ്ട്. ബിക്കോസ് വൺ ഷുഡ് നോട്ട് ഫിയർ ഇൻ റിവീലിംഗ് വൺസ് ട്രൂ സെൽഫ് ടു അതേഴ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളുടെ ട്രൂത്ത് വെളിപ്പെടുത്താൻ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ നരേറ്റർ ഹാസ് നോട്ട് അറ്റ് എക്സ്ചേഞ്ച്ഡ് കോൺഫിഡൻസസ് വിത്ത് ഹെർ ഹെയർ ഡ്രസ്സർ. പക്ഷേ ഇവിടെ നമുക്കൊരു സർക്കാസം കാണാൻ കഴിയും. അതായത് ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ സ്പീക്കർ എന്ത് ചെയ്യുന്നില്ല, പ്രൈവറ്റ് ലൈഫ് എക്സ്പീരിയൻസസ് ഒന്നും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ജീസസ് ക്രൈസ്റ്റ് ട്രൂത്ത്ഫുൾ ആൻഡ് ഓപ്പണസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും യൂനിസ് ഡിസൂസ ഒരു ഔട്ട് സ്പോക്കൺ പോയിറ്റാണ്. പക്ഷേ എന്തുകൊണ്ട് അവൾ പ്രൈവറ്റ് ലൈഫ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല? അതൊരു സർക്കാസായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഷീ റിവീൽസ് ഹർ ട്രൂ സെൽഫ് ടു അതേഴ്സ്. ക്രൈസ്റ്റ് ഓൾസോ റിവീൽസ് ദ ട്രൂ സെൽഫ് ത്രൂ ഹിസ് ലൈഫ്. ജീസസ് ക്രൈസ്റ്റ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഓപ്പണസ് ആൻഡ് ട്രൂത്ത്ഫുൾ ഒക്കെ ആയിരുന്നു. പക്ഷേ നമ്മളുടെ സ്പീക്കർ നോട്ട് എക്സ്പ്രസ് ഹെർ പ്രൈവറ്റ് ലൈഫ് ടു അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് പ്രൈവറ്റ് ലൈഫ് ഷെയർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സം റെക്കമെൻഡ് stern standards, others say float along. He says take it as it comes, meaning of course as he hands it out. With these lines, the speaker has displayed her regret on not being allowed to be herself by the society and its rules. ഈ ഒരു ലൈൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അതായത് സ്പീക്കർ ഒരു റിഗ്രറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് അവളായിട്ട് കാണാൻ സൊസൈറ്റിയുടെ റൂൾസും നോംസും ഒന്നും അനുവദിക്കുന്നില്ല. ദ നരേറ്റർ സേസ് ദാറ്റ് വെൻ ഷീ ട്രൈസ് ടു ബി ഹെർ സെൽഫ് ദെൻ സ്റ്റേ ഫ്ലോട്ട് അലോങ് വിത്ത് ദ ഓൺ ഗോയിങ് പാട്രിയാർക്കൽ നോംസ്. അതായത് നരേറ്റർ പറയുന്നുണ്ട്, അവളാവാൻ ശ്രമിച്ചാൽ അവൾ ആ ഒരു പാട്രിയാർക്കൽ നോംസിൽ അവൾ ഫ്ലോട്ടായി പോകും എന്ന് അവൾ പറയുന്നുണ്ട്. ബിക്കോസ് ഇൻ ഓർഡർ ടു ബി റെലവൻറ്റ് ഇൻ ദ സൊസൈറ്റി വൺ മസ്റ്റ് നോട്ട് റിബൽ അഗെയിൻസ്റ്റ് ഇറ്റ് ഓർ ദ കോൺസിക്വൻസസ് വിൽ ബി ഡയർ. ദ ലൈൻ ഹി സേസ് ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ് മേ ഇൻഡിക്കേറ്റ് ടു ദ സേയിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ഹിസ് ടെസ്റ്റമെന്റ് ദാറ്റ് ഹ്യൂമൻസ് ഷുഡ് ആക്സെപ്റ്റ് വാട്ട് എവർ ഇറ്റ് കംസ് ടു ഇറ്റ്സ് വേ. ഇത് ജീസസ് ക്രൈസ്റ്റ് പറയുന്നുണ്ട്, നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ജീവിത പാതയിൽ എന്താണോ വരുന്നത് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്. അതുതന്നെയാണ് സൊസൈറ്റിയും പറയുന്നത്. അതായത് അത് ചീത്തയാണോ നല്ലതാണോ എന്താണെങ്കിലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ പോയിറ്റ് പറയുന്നുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഒരു പാട്രിയാർക്കൽ സിമ്പലാണ്, ഒരു പാട്രിയാർക്കിയുടെ ഒരു സിമ്പലാണ്, ഒരു മെയിൽ ഷോവനിസ്റ്റിൻ്റെ ഒരു സിമ്പലാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് സ്പീക്കർ പറയുന്നുണ്ട്. ദേ മസ്റ്റ് ബി റെഡി ഫോർ ദ തിങ്സ് ദാറ്റ് ദി ക്രിയേറ്റർ ഹാസ് സെൻഡ് ദെം. അതായത് ദൈവം നമ്മളിലേക്ക് അയച്ചത് എന്തും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ റെഡി ടു ആക്സെപ്റ്റ് എന്നാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്, എന്തായാലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മളിലേക്ക് അയച്ചിട്ടില്ല, നമ്മളുടെ ജീവിതപാതയിലുള്ളത് എന്തും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ബട്ട് അക്കോർഡിംഗ് ടു ദ പോയിറ്റ്, പക്ഷേ പോയിറ്റിൻ്റെ അഭിപ്രായത്തിൽ ഇഫ് ജീസസ് ക്രൈസ്റ്റ് ഹാസ് റിയലി meant that means Christ is also symbol of patriarchy because women are helpless. അതായത് നമ്മൾ പോയിറ്റ് പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് എന്താണ്, ഒരു പാട്രിയാർക്കിയുടെ സിമ്പലാണ് എന്നാണ് പറയുന്നത്. വിമൻ ഒരു ഹെൽപ്ലെസ് ആയിട്ട് മാറുകയാണ് എന്നാണ് പറയുന്നത്. ഇതിൽ എവറി വുമൻ ഷുഡ് ഫോളോ സൊസൈറ്റിയൽ നോംസ്, സോഷ്യൽ നോംസ് എല്ലാ വുമനും ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്രൈസ്റ്റ് അഡ്വൈസ് പീപ്പിൾ ടു ആക്സെപ്റ്റ് ദ ഡെസ്റ്റിനി ഓർ വാട്ട് കംസ് ഇൻ ദ വേ. അതായത് നമ്മളുടെ ജീവിതത്തിൻ്റെ പാതയിൽ എന്താ വരുന്നത് അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യാനാണ് ക്രൈസ്റ്റ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ഷി ക്യാൻ റിവീൽ ദെയർ സെൽഫ് റെവലേഷൻ ക്യാൻ ബി ഇമ്പോസിബിൾ. നമ്മളുടെ പോയിറ്റിനെ സംബന്ധിച്ചിടത്തോളം സെൽഫ് റെവലേഷൻ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഷീ ബിക്കം വിക്ടിം ഇൻ ദ സൊസൈറ്റി, ഷീ ബിക്കം ഏലിയനേറ്റഡ് ഇൻ ദ സൊസൈറ്റി, ലോൺലിനെസ് ക്യാപ്ചേഴ്സ് ഹെർ. അതായത് അവൾ സെൽഫ് റെവലേഷൻ നടത്തിയാൽ മേ ബി അവളൊരു വിക്ടിം ആകാം സൊസൈറ്റിയിൽ.
അവൾ ഒറ്റപ്പെട്ടു പോകാം, അതുപോലെ അവൾക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, then I wish I could be a wise woman, smiling endlessly, vacuously like a plastic flower, saying, child, learn from me. In this stanza, the poet expresses her wish to be a wise woman. ഈ ഒരു സ്റ്റാൻസിൽ നമ്മൾ പോയിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു വൈസ് വുമൺ ആവാൻ. എ വൈസ് വുമൺ വിൽ ഓൾവേസ് ബി അപ്രീഷിയേറ്റഡ് ബൈ ദ പാട്രിയാർക്കൽ സൊസൈറ്റി ഇഫ് ഇറ്റ് ഫോളോസ് ഇറ്റ്സ് റൂൾസ്. വൈസ് വുമൺ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് നോംസ് ഒക്കെ അനുസരിച്ച് നിന്നാൽ പാട്രിയാർക്കൽ സൊസൈറ്റി അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് വൈസ് വുമൺ എന്ന് പറയുന്നത്. But the poet asks the question, who is a wise woman from the point of view of society? പക്ഷെ പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ആരാണ് വൈസ് വുമൺ? സൊസൈറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആരാണ് വൈസ് വുമൺ? A woman who knows only the art of smiling is a wise woman, or one who go against the obsolete norms? ആരാണ് വൈസ് വുമൺ? അതായത് ഈ ഒരു ആർട്ട് ഓഫ് സ്മൈലിംഗ്, അതായത് ഈ സൊസൈറ്റിയുടെ നോംസ് ആൻഡ് റൂൾസിൽ വെറും ഒരു സ്മൈൽ മാത്രം ഫിറ്റ് ചെയ്ത് നടക്കുന്ന ആളാണോ വൈസ് വുമൺ? അതോ ഈ ഒരു സൊസൈറ്റി നോംസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളവരാണോ വൈസ് വുമൺ എന്ന് പോയിട്ട് ചോദിക്കുകയാണ്. ബട്ട് ദ പോയിറ്റ് സേസ് ദാറ്റ് ഷി വിഷ് ദാറ്റ് ഷി കുഡ് ബി എ വൈസ് വുമൺ. പോയിറ്റ് പറയുന്നുണ്ട്, ഞാനൊരു വൈസ് വുമൺ ആകാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് എ വൈസ് വുമൺ ഇൻസൈഡ് ആൻഡ് ഇറ്റ് ഈസ് എംപ്റ്റി because a wise woman will smile endlessly and vacuously just like a plastic flower. അതായത് വൈസ് വുമൺ എന്ന് പറയുന്നത് സ്മൈൽ എൻഡ്ലെസ്ലി ആയിട്ട് സ്മൈൽ ചെയ്യും, ജസ്റ്റ് ലൈക്ക് എ പ്ലാസ്റ്റിക് ഫ്ലവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പ്ലാസ്റ്റിക് ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് അല്ലേ, അതിനൊരു നാച്ചുറാലിറ്റിയും ഇല്ല, അതിനെ കൊണ്ട് ഒന്നിനും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒന്നായിട്ടാണ് എന്ത് ഈ ഒരു വൈസ് വുമണിനെ കാണുന്നത്. ഓക്കെ, അവിടെ നമുക്കൊരു സിമിലയാണ് കേട്ടോ. ലൈക്ക് എ പ്ലാസ്റ്റിക് ഫ്ലവർ, വൈസ് വുമണിനെ ലൈക്ക് എ പ്ലാസ്റ്റിക് ഫ്ലവർ എന്ന് പറയുന്നുണ്ട്. എ പ്ലാസ്റ്റിക് ഫ്ലവർ ഹാസ് നോ ലൈഫ് ഇൻസൈഡ് ആൻഡ് ഇറ്റ് ഈസ് എംപ്റ്റി ആൻഡ് യൂസ്ലെസ്. പ്ലാസ്റ്റിക് ഫ്ലവറിന് ഒരു ലൈഫും ഉണ്ടാവില്ല, വെരി എംപ്റ്റി ആൻഡ് യൂസ്ലെസ് ആണ്. ഇൻ ദ സിമിലർ വേ ദ പോയിറ്റ് വാണ്ട്സ് ടു ഫേക്ക് ഹർ സ്മൈൽ ടു കോപ്പ് അപ്പ് വിത്ത് സൊസൈറ്റിയൽ പ്രഷർ. അപ്പോൾ ഈ ഒരു സിമിലർ വേയിലാണ് പോയിറ്റിൻ്റെ ആ ഒരു ഫേക്ക് സ്മൈല് സൊസൈറ്റിയിൽ പ്രഷർ മൂലം ഉള്ള ഒരു സ്മൈലിനെ, ആ ഒരു ഫേക്ക് സ്മൈലിനെ കമ്പയർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. But the narrator is also feeling sad as she has to teach the same thing to her child or the future generation. പക്ഷെ നമ്മൾ നരേറ്റർ ഫീലിംഗ് സാഡാണ്. എന്തിന്? അവൾ ഈ ഒരു സെയിം രീതി എന്താണ് എൻ്റെ മക്കളെയും അതായത് കമ്മിങ് ജനറേഷനെയും ഒക്കെ പഠിപ്പിക്കണമല്ലോ എന്നോർത്തിട്ട് ഫീലിംഗ് സാഡ്. ഓക്കെ, നമ്മളെ ഹിയർ ദ സ്പീക്കർ ഈസ് ലൈക്ക് എ പ്ലാസ്റ്റിക് ഫ്ലവർ, മെയിൽ റൂൾ ദ വേൾഡ്, വുമൺ ഫോളോ ഇറ്റ്. പ്ലാസ്റ്റിക് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റില്ല, ലൈഫൊന്നും ഇല്ലാത്ത ഒന്ന്, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്ന്. മെയിലാണ് അവിടെ റൂൾ ചെയ്യുന്നത്, ഫീമെയിൽ എന്ത് ചെയ്യാം, മിണ്ടാതെ അത് ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. ഷീ ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ നേച്ചർ, ഷീ ഈസ് നോട്ട് ലിവിങ് ഹെർ ലൈഫ്, ഷീ ഈസ് ഫ്രസ്ട്രേറ്റഡ് ഇൻ ദ പാട്രിയാർക്കൽ സെറ്റപ്പ്. അപ്പോൾ നമ്മളെ സ്പീക്കർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് ഈ ഒരു പാട്രിയാർക്കൽ സെറ്റപ്പിൽ. അവളൊരു പ്ലാസ്റ്റിക് ഫ്ലവർ പോലെ, അവൾക്ക് ലൈഫൊന്നും ഇല്ലാതെ മെന്നെ റൂൾ ചെയ്യുക, വുമൻ ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എന്നാണ് പറയുന്നത്. വുമൻ നീഡ്സ് ടു ഷാക്കിൾസ് ഓൾ ദ പാട്രിയാർക്കൽ കൺവെൻഷൻസ്. വുമൻ എന്താണ് ഈ ഒരു പാട്രിയാർക്കൽ കൺവെൻഷൻസിൽ നിന്ന് ഷാക്കിൾ ചെയ്യണം എന്നാണ്, നീഡ്സ് ടു ഷാക്കിൾ എന്നാണ് പോയിറ്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ്സ് ടൈം ടു പെർഫോം an act of charity to myself, bequeath the hurt like a spare kidney, preferably to an enemy. Before the end of the poem, the poet outlines that she is now going to perform an act of charity to herself. അതായത് ഈ പോയത്തിൻ്റെ അവസാനത്തിൽ പോയറ്റ് പറയുന്നുണ്ട്, ഞാനൊരു ചാരിറ്റി, ഗോയിങ് ടു പെർഫോം an act of charity to herself, ഞാനൊരു ചാരിറ്റി പ്രവർത്തനം നടത്താൻ പോവുകയാണ്. ലൈക്ക് വൈസ് ജീസസ് ക്രൈസ്റ്റ് ആക്സെപ്റ്റഡ് ക്രൂസിഫിക്ഷൻ ഫോർ ദ സേക്ക് ഓഫ് മാൻകൈൻഡ്. അതായത് ഹ്യൂമൻ കൈൻഡിന് വേണ്ടിയിട്ട് നമ്മുടെ
ജീസസ് ക്രൈസ്റ്റ് കുരിശ് ചുമന്ന പോലെ, ബട്ട് ഹെർ സാക്രിഫൈസ് വിൽ നോട്ട് ബി മെൻറ്റ് ഫോർ ഹ്യൂമൻ കൈൻഡ്. പക്ഷെ പോയിറ്റ് പറയുന്നുണ്ട് എൻ്റെ സാക്രിഫൈസ് ഹ്യൂമൻ കൈൻഡിന് വേണ്ടിയിട്ടല്ല, റാദർ ഇറ്റ് വിൽ ബി ഫോർ റെഡീമിങ് ഹെർസെൽഫ് ഫ്രം ഹെർ ഇൻസെൻറ്റ് മെൻ്റൽ സഫറിങ്സ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ മെൻ്റൽ സഫറിങ്സ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്രിഫൈസ് ചെയ്യുന്നത്. ബിക്കോസ് ദ ലോങ്ങർ ഹേർട്ട് വിൽ ബി ഇൻ ഹെർ ബോഡി ദ മോർ പെയിൻ ഷീ ഹാസ് ടു എൻഡ്യൂർ. അതായത് ഒരുപാട് കാലമായിട്ട് ഈ ഒരു പാട്രിയാർട്ടിക്കൽ നോംസ് ആൻഡ് റൂൾസിൽ അകപ്പെട്ട് പോയിട്ട് എൻ്റെ ബോഡി, എൻ്റെ ഹേർട്ട് ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. ആസ് Bquest think the hurt will keep her mental torture and suffering aloof from the patriarchal society. Besides, the poet says that she suffers most when her own close ones complains about her not following patriarchal norms. Therefore, she has made her mind to bequeath her hurt to an enemy rather than a family or friends. അപ്പോൾ അവളുടെ ആ ഒരു ഹേർട്ടിലെ പെയിൻ, അവളുടെ ഒരു സഫറിങ്സ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ സാക്രിഫൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെയ്ഡ് ഹെർ മൈൻഡ്, അവളുടെ മൈൻഡ് അവൾ എന്ത് ചെയ്യുന്നുണ്ട്? ബിക്യൂത്ത് ചെയ്യുന്നുണ്ട്. ബിക്യൂത്ത് ഹെർ ഹേർട്ട് ടു അൻ എനിമി. അതായത് ഒരു എനിമി എന്ന് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പാട്രിയാർക്കിനെയാണ്, rather than family or friends. Okay. She leave her hurt to somebody to redeem her feelings. അവളുടെ ഫീലിങ്സ് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവളുടെ ഹേർട്ട് അവൾ ലീവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഷീസ് ലിവിങ് ഹർ ഹേർട്ട് ഈസ് പ്രിഫറബിളി ടു ആൻ എനിമി. അവളുടെ ഹേർട്ട് അവൾ ലീവ് ചെയ്യുന്നത് ഒരു എനിമി എന്ന് പറഞ്ഞാൽ ഒരു പാട്രിയാർക്ക് വേണ്ടിയിട്ടാണ്, നോട്ട് ടു ഫ്രണ്ട് ഓഫ് ഫാമിലി എന്നാണ് പറയുന്നത്. ഹിയർ വി ക്യാൻ സീ പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സ്പീക്കർ. ഓക്കെ. ദെൻ സ്ട്രക്ചർ ആൻഡ് ഫോം. നമ്മുടെ ഈ ഒരു പോയത്തിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫോമാണ് പറയുന്നത്. 5 സ്റ്റാൻസാസ് വിത്ത് ഇറഗുലർ ലൈൻ കൗണ്ട് ആണ്. Then there are 21 lines and do not follow a set of rhyme pattern or meter. 5 stanzas ഉണ്ട്, 21 lines ആണ്. പക്ഷേ ഈ റൈം സ്കീമും ഒരു സെറ്റ് ഓഫ് റൈം സ്കീമും മീറ്റർ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇതൊരു ഫ്രീ വേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോം ഒരു ഫ്രീ വേഴ്സ് ആണ്. അതുപോലെ ഒരു ഫീമെയിൽ സ്പീക്കറുടെ പെർസ്പെക്റ്റീവിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ലിറിക് പോത്തിന് എക്സാമ്പിളാണെന്നാണ് പറയുന്നത്. ദെൻ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദിസ് പോം. Irony refers to intended meaning is opposite of the literal meaning. Here, I used to think of. ഇതിൽ നമുക്ക് ഐറണി കാണാൻ കഴിയും. അതായത് ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് ഐ യൂസ് ടു തിങ്ക് ഓഫ്. അതായത് ജീസസ് ക്രൈസ്റ്റ് here the speaker discussed with the image of Christ is portrayed even though she was a Catholic. അതായത് സ്പീക്കർ ഒരു കാത്തലിക് ആയിട്ട് പോലും നമ്മുടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ ഒരു ഇമാജ്, ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ ഒരു ബ്ലീഡിങ് ഹേർട്ട് കണ്ട സമയത്ത് അവൾക്കൊരു ഡിസ്കസ്റ്റാണ്, ഒരു പുച്ഛം, ഒരു വെറുപ്പാണ് തോന്നിയത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഐ യൂസ് ടു തിങ്ക് ഓഫ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇതൊരു ഐറണിയാണെന്നാണ് പറയുന്നത്. Then alliteration, repetition of consonant sounds. Example, wise woman, he hands. Alliteration എന്താണെന്ന് അറിയാലോ അല്ലേ? അതായത് ഒരു ലൈനിൽ, ഒരു സെൻറ്റൻസിൽ കോൺസ്റ്റൻറ്റ് സൗണ്ടിൻ്റെ റിപ്പീറ്റേഷനാണ്. വൈസ് വുമൺ എന്ന് പറയുന്നിടത്ത് ഇവിടെ കോൺസ്റ്റൻറ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഹീ ഹാൻഡ്സ്, ഹീ എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. Then simile, comparison of 2 different things using like or as. സ്മൈലിംഗ് എൻഡ്ലെസ്ലി ലൈക്ക് എ പ്ലാസ്റ്റിക് ഫ്ലവർ എന്ന് പറയുന്നുണ്ട്. ഇത് സിമിലിക്ക് എക്സാമ്പിളാണ്. ലൈക്ക് എന്നുള്ളത് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ലൈക്ക് ഓർ ആസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്മൈലിംഗ് എൻഡ്ലെസ്ലി ലൈക്ക് എ പ്ലാസ്റ്റിക് ഫ്ലവർ. ഈ സൈസ് ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ്. ഓക്കെ, ഇതൊക്കെ സിമിലിക്ക് എക്സാമ്പിളാണ്. ദെൻ മെറ്റഫോർ. ദി ഇമേജ് ഓഫ് ക്രൈസ്റ്റ് ഹോൾഡിംഗ് ഹിസ് ഹേർട്ട് ഈസ് എ മെറ്റഫോറിക്കൽ റെഫറൻസ് ടു ക്രൈസ്റ്റ് സാക്രിഫൈസ് ഓഫ് മാൻകൈൻഡ്. ഇത് മെറ്റഫറിന് എക്സാമ്പിളാണ്. അതായത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ ഒരു ഇമേജ് ഹോൾഡിങ് ഹിസ് ഹേർട്ട് എന്നുള്ളതൊരു ക്രൈസ്റ്റിൻ്റെ സാക്രിഫൈസ്, മാൻകൈൻഡിനോടുള്ള, ഹ്യൂമൻ ബീയിങ്സിനോടുള്ള സാക്രിഫൈസാണ് കാണിക്കുന്നത്. ദെൻ തീംസ് ഓഫ് ദ പോം, പാട്രിയാർക്കി, ഫെമിനിൻ ഐഡൻറ്റിറ്റി, വുമൻഹുഡ്, എക്സെട്ര.